അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ടോ മാർട്ടിനസ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ കോച്ചാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്കറിയാം പോർച്ചുഗൽ എക്കാലത്തേക്കാളും മികച്ച ടീമുമായിട്ടാണ് ഇപ്രാവശ്യം വേൾഡ് കപ്പിന് എത്തിയിട്ടുള്ളത് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡിങ്, നല്ല താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ടീം എല്ലാം ഉണ്ട്. രണ്ട് സൈഡിലും നല്ല വേൾഡ് ക്ലാസ് ആയ വിങ്ങേഴ്സ് ഉണ്ട്. പോർച്ചുഗലിൽ ഇപ്രാവശ്യം വേൾഡ് കപ്പ് നേടാൻ ടോപ്പ് കണ്ടൻഡർ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. കാരണം മുമ്പത്തെ എല്ലാ വർഷത്തേക്കാളും ഇപ്രാവശ്യം അവർക്ക് സാധ്യതയും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് റോബർട്ടോ മാർട്ടിനസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു കോച്ചാണോ ആക്ച്വലി? കാരണം എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം അദ്ദേഹം ടാക്റ്റിക്കലി അത്ര നല്ല കോച്ചല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ടോ മാർട്ടിനസിൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പോർച്ചുഗലിൻ്റെ ഒരു പീക്ക് ടീമാണ്. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ എല്ലാ വർഷത്തേക്കാളും ബെസ്റ്റ് ടീമായിട്ടാണ് പോർച്ചുഗൽ വന്നത്. എന്നിട്ട് പോലും ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് ഒന്നാം സ്ഥാനക്കാരായിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ കടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 3 മത്സരങ്ങളിൽ 1 മത്സരം മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. കൊളംബിയയുമായിട്ട് DR കോങ്കോയായിട്ടും അവരെന്തായി സമനിലയിൽ പിരിഞ്ഞു. ഇത്രയും നല്ലൊരു ടീമിനെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓഫ് കോഴ്സ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതായത് ഒരു മേജർ ടൂർണമെൻറ്റ് പോലും ഇത്രയും നല്ലൊരു പോർച്ചുഗൽ ടീമിനായിട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല. വേൾഡ് കപ്പിൽ ഇവരുടെ പോർച്ചുഗൽ പെർഫോമൻസ് ഇങ്ങനെയാണ്. ഇനി റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിനെ മാത്രമാണോ പരിശീലിപ്പിച്ചിട്ടുള്ളത്? അല്ല, അദ്ദേഹം ബെൽജിയത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, 2014 ടൈമിൽ അദ്ദേഹം ബെൽജിയത്തിൻ്റെ കോച്ചായിരുന്നു. അന്ന് ബെൽജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പീക്ക് ടീമായിട്ടാണ് ബെൽജിയം വന്നിട്ടുണ്ടായത്. അതായത് ഹസാർഡ്, ലുക്കാക്കു, ഡിബ്രോയിൻ, അതുപോലെ ഒട്ടനവധി പ്ലേയേഴ്സ് അവരുടെ ടീമിലുണ്ടായിരുന്നു. അതായത് അന്ന് ബെൽജിയം അവരുടെ പീക്ക് ടൈമിലായിരുന്നു. പക്ഷേ ആ ബെൽജിയത്തെ അദ്ദേഹം ഇത്രയും പീക്ക് ടീം ഉണ്ടായിട്ട് പോലും അവരെ വേൾഡ് കപ്പിൻ്റെ 3ാം സ്ഥാനക്കാർ, അതായത് സെമി ഫൈനൽ വരെ ബെൽജിയത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്രസീലിനൊക്കെ അടിച്ചിട്ട് കൊണ്ടാണ് അന്ന് ബെൽജിയം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പലർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയും നല്ല പീക്ക് ടീമിനെ കിട്ടിയിട്ട് മുമ്പും ഇദ്ദേഹം ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ആ സ്ക്വാഡ് ഉപയോഗിക്കാൻ കഴിയാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇദ്ദേഹം മുമ്പ് ഇതേപോലെ എവർട്ടൻ്റെ കോച്ചായിരുന്നു. എവർട്ടൻ്റെ കോച്ചായ പോലും ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് താരതമ്യേന ബെറ്ററാണ്. അതായത് എവർട്ടൺ 5ാം സ്ഥാനത്തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് റോബർട്ടോ മാർട്ടിനസിനെ കുറിച്ചിട്ട് തോന്നുന്നത് ഇത്രയും ഒരു താരനിബിഡമായ ടീമിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടാക്ടിക്സ് ഇല്ലാത്ത ഒരാളായിട്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ നിങ്ങൾ പറയും.